നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാറുകളുള്ളവരാണ്. രാവിലെ നമ്മൾ കാർ എടുക്കുമ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് ഒരുവിധം റോഡ് എക്സ്പീരിയൻസ് ആകുമ്പം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റിയറിംഗ് പിടിക്കുന്നു, വണ്ടി ഓട്ടിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡ്രൈവർ ആവുന്നില്ല. നമ്മളെ മനുഷ്യൻ ഒരു ദിവസം രാവിലെ എണീച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതേപോലെ നമ്മൾ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ രാവിലെ ഇത് ഉറപ്പായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഡെയിലി ചെയ്യുക. ഓക്കെ, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ വാഹനത്തിൻ്റെ അടുത്ത് അൺലോക്ക് ചെയ്ത ശേഷം 4 ഡോറും ഓപ്പൺ ചെയ്യുക. നെഗറ്റീവ് എയർ കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അടുത്തത് ടയർ, 4 ടയറിലും എയറോ നൈട്രജൻ ഉണ്ടോ, എയർ കുറവുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മളെ വീൽ നെറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പിടിച്ചു നോക്കുക. ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാം, വീൽ നെറ്റിൻ്റെ കേസ്. മെയിനായിട്ട് അത് രണ്ടാമത് അത് ശ്രദ്ധിക്കുക. മൂന്നാമത്, ഇപ്പോൾ പലർക്കും ഈ ബോണറ്റ് മുതൽ ഓപ്പൺ ചെയ്യാൻ അറിയാത്തവരാണ് കൂടുതലും. അത് ഓപ്പൺ ചെയ്യുക. നമുക്ക് മെയിനായിട്ട് കാണുന്ന ഭാഗങ്ങൾ, അതായത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അളവ് മുകളിൽ മിനിമം മീഡിയം ആ ലെവലിൻ്റെ 2 വെട്ടുണ്ടാവും. അതൊന്ന് കറക്റ്റാണോ നോക്കുക. സിമ്പിളായിട്ട് പൈപ്പ് ടാങ്കിൽ വെള്ളം ഉണ്ടാകുന്ന നോക്കുക. പിന്നെ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, 2 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിൻ്റെ മുകളിൽ ഓയിൽ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യുക. പിന്നെ ഓയിൽ നല്ല ബ്ലാക്ക് ആണെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ടൈമായെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ നമ്മൾ ഈ 4 ഡോറ് തുറക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ 4 മാറ്റ് ഉണ്ടാവും. ആ മാറ്റും കാര്യങ്ങളും ഒന്ന് തട്ടിക്കൊണ്ടിടുമ്പോൾ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ പാർക്ക് ചെയ്യണമെന്ന് വെച്ചപ്പോൾ കാർ ഷെഡിലായിരിക്കില്ല, പുറത്തൊക്കെ ആയിരിക്കും. അതും ഞാനൊരു വീഡിയോ അത് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ഭാഗത്ത് കയറി ഓക്കെ, സ്റ്റാർട്ടിങ് ടൈമിൽ വാണിംഗ് ലാമ്പ് എന്തെങ്കിലും കത്തി കിടപ്പുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ രാവിലെ എണീക്കുന്നു, ഓഫീസ് പോലെ ധൃതിയിൽ നേരെ വണ്ടിക്കകത്ത് പോകുന്നു, അൺലോക്ക് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ഒറ്റ പോകാം. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒരു 5 മിനിറ്റ് ടൈമേ ആവത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഡോക്യുമെൻറ്റ് ഒറിജിനൽ ഒരിക്കലും വണ്ടിക്കകത്ത് വയ്ക്കല്. RC, ഇൻഷുറൻസ്, ലൈസൻസ് എന്തായാലും ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തിട്ട് വണ്ടിയുടെ ഡാഷ് ബോർഡിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ RC ബുക്ക് മിസ്സായതിൻ്റെ ബുദ്ധിമുട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുക. യാതൊരു പ്രശ്നമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്